എങ്ങനെ പെസഹായിക്ക് അപ്പം ഉണ്ടാക്കുന്നേ? ലൂസി പറ. ഇതെന്താ ഇത്? എന്താ അത്? അത് ഉഴുന്നരച്ചത്. ഉഴുന്നരച്ചത്. ഉഴുന്ന് കുതിർത്ത് അരച്ചു വെച്ചു. പിന്നെ ഇനി തേങ്ങ അരയ്ക്കാൻ അരിപ്പൊടി എടുത്തു വെച്ചതാണ്. 1 കിലോ അരിപ്പൊടിക്ക് 3 തേങ്ങ. 1 കിലോ അരിപ്പൊടിക്ക് 3 തേങ്ങ. 3 തേങ്ങ. അത് 3 തേങ്ങ അരച്ചെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് അല്ലെങ്കിൽ 2 ആണേലും മതി. നമ്മളിപ്പോ 2 ആണോ എടുക്കുന്നത്? നമ്മളിപ്പം 2 എടുത്തിരിക്കുന്നത്. കുറച്ച് തേങ്ങയ്ക്കകത്ത് ഒരു 50 ഗ്രാമാണ് ഇത്. 50 ഗ്രാമിൻ്റെ പകുതിയോളം ജീരകവും കുറച്ച് വെളുത്തുള്ളി ഇത്രത്തോളം വെളുത്തുള്ളി, ചുമന്നുള്ളി ഒരു 5-6 എണ്ണം. ഇത്ര സാധനം ഇട്ട് ആദ്യം നല്ലതായിട്ട് അരച്ചെടുത്തിട്ട് പിന്നീടാണ് ഈ തേങ്ങ ബാക്കിയും കൂടെ അരക്കുന്നത്. തേങ്ങ പൊട്ടിച്ച വെള്ളമാണ് ഞാനീ ചേർക്കുന്നത്. തേങ്ങാവെള്ളം കളയുന്നില്ലല്ലോ. തേങ്ങാവെള്ളം കളയാതെ ആ വെള്ളം ചേർത്താണ് അരയ്ക്കുന്നത്. ഏകദേശം ഇതുപോലെ അരച്ചെടുക്കണം അല്ലേ? ജീരകമൊക്കെ ശരിക്കും അരയണം. അത് കഴിഞ്ഞ് ജീരകവും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഇപ്പോൾ അത് നമ്മൾ ഉഴുന്നരച്ചതിനകത്തേക്ക് ഇടുക. ഉഴുന്നരച്ചതിൻ്റെ അല്ലേ? ഉഴുന്നരച്ചതിനകത്തേക്ക് ഇട്ടിട്ട് ഇനി ബാക്കി തേങ്ങ ഇനി അരച്ചെടുക്കുക. അത് ശരിക്കും അരയണ്ട. ബാക്കി ഒരുമാതിരി അരഞ്ഞാൽ മതി. ഒരുമാതിരി നല്ലതായിട്ട് ഒതുക്കി എടുത്താൽ മതി. ഒത്തിരി അരയണ്ട ഇന്നത്തെ തേങ്ങ. പച്ചത്തേങ്ങയാ വീട്ടിലൊക്കെ എങ്ങനെയാന്ന് ചോദിച്ചാൽ അന്നേരത്തേന് ഇങ്ങനെ ഇട്ടെടുക്കുക. അന്നത്തെ ആവശ്യത്തിന് തേങ്ങ ഇട്ടെടുക്കുക. അന്നൊക്കെ കാരണവന്മാരല്ലേ അതെല്ലാം തന്നെ കയറി ഇട്ട് അത് പ്രത്യേകം അപ്പം ഉണ്ടാക്കാനായിട്ട് ആ തേങ്ങ നിർത്തിയേക്കും. വലിയ തേങ്ങയാണ്. ാണ് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നിനകത്തോട്ട് ഇട്ടിരിക്കുന്നത്. 2 കിലോ അരിപ്പൊടി. ഇനി നമുക്കിത് കുഴച്ച് വെക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. ഇതിന് വെള്ളമാണ് അപ്പോൾ ചേർക്കുന്നത്? ഇതിന് വെള്ളമാണ് ചേർക്കുന്നത്.